ഹലോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് മൊബൈൽ ഫോൺ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ജോസ കൗൺസിലിംഗിന്റെ സമയമാണ്. ജെഇ അഡ്വാൻസ്ഡ് റാങ്ക് ലിസ്റ്റ് വന്നു, ജെഇ മെയിൻസ് റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ ഇനി എങ്ങനെ നമ്മൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലീറ്റ് ഗൈഡാണ് ഈ വീഡിയോ. അത് മുഴുവനായിട്ട് നിങ്ങൾ ജെഇ കൗൺസിലിങ്ങിലൂടെ കടന്നു പോകുന്ന ആളുകൾ കാണണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. കോർ ബ്രാഞ്ച് എടുക്കണോ, നോൺ കോർ ബ്രാഞ്ച് എടുക്കണോ, ബിടെക് എടുക്കണോ, ഡുവൽ ഡിഗ്രി എടുക്കണോ, ബ്രാഞ്ച് ആണോ കോളേജ് ആണോ ഇമ്പോർട്ടൻറ്റ്, മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയറിംഗിന് ഇനിയുള്ള കാലത്ത് സ്കോപ്പ് ഉണ്ടോ, ഓൾഡ് NIT കിട്ടും, അതേപോലെ ന്യൂ IIT കിട്ടും, ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, റൈറ്റ്? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിരന്തരമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് ജെയിലൂടെ നിങ്ങൾ IIT NIT പോയാൽ നിങ്ങളുടെ മുമ്പിലുള്ള ഫീൽഡ്സ് എന്തെല്ലാമാണ്, ആ ഫീൽഡ്സിനനുസരിച്ച് എങ്ങനെയാണ് കോളേജ് ഓർ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്, അതേപോലെ തന്നെ ഏത് ബ്രാഞ്ച് ആണ് ചൂസ് ചെയ്യേണ്ടത്, ബ്രാഞ്ച് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ബിടെക് ചൂസ് ചെയ്യണോ, ഡുവൽ ഡിഗ്രി ചൂസ് ചെയ്യണോ, ഇനി NIT ആണോ IIT ആണോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ഫ്രെയിം വർക്കിന്റെ ബേസിസിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ടു അൺലേൺ വിത്ത് അജ്മൽ ആൻഡ് ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് കോഴ്സും ഇപ്പൊ എന്നെ പോലുള്ള ആളുകളോടോ അല്ലെങ്കിൽ പുറത്ത് ആരോടെങ്കിലുമോ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾ ചൂസ് ചെയ്യാൻ ഇന്റന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ എൻക്വയർ ചെയ്യാൻ ഇന്റന്റ് ചെയ്യുന്ന കോഴ്സുകളുടെ കരിക്കുലം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതും ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് വായിച്ചു നോക്കണം. അതായത് IIT മദ്രാസിലെ കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സിന്റെ കരിക്കുലം ആവില്ല IIT ഡൽഹിയിലെ കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സിന് ഉണ്ടാവുക. അതേപോലെ തന്നെ IIT മദ്രാസിലെ നേവൽ ആർക്കിടെക്ചറിന്റെ കരിക്കുലം ആവില്ല IIT ഖരഗ്പൂരിലെ നേവൽ ആർക്കിടെക്ചർ ഉണ്ടാവുക. രണ്ടും ഡിഫറെന്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളുടെ കരിക്കുലം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവും. എസ്പെഷ്യലി ജെഇ ക്വാളിഫൈ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എന്താണെന്ന് ഏകദേശം മനസ്സിലാവും. നിങ്ങൾക്ക് ആ വിഷയങ്ങളിൽ താല്പര്യമുണ്ടോ, അവയോട് അഫിനിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തെല്ലാമാണ്. ഇപ്പോൾ ഒരു 17 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്യൂച്ചർ പ്ലാൻ ഇന്നതാണെന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. പക്ഷേ നമുക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവില്ല. എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ എന്നുള്ളത്? ഒരു കോർ ടെക്നിക്കൽ ഡൊമൈനിൽ പോകാനാണോ, ഒരു IT സോഫ്റ്റ്വെയർ ജോബിലോട്ട് പോകാനാണോ, ഇപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താവും നമുക്കറിയില്ല. അതേപോലെ തന്നെ അല്ലെങ്കിൽ ബിസിനസ്, കൺസൾട്ടിങ്, ഫൈനാൻസ് ഇത്തരം മേഖലകളിലോട്ട് പോകാനാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓണ്ടർപ്രണറായി മാറാനാണോ, നിങ്ങൾക്ക് സിവിൽ സർവീസിന് പോകാനാണോ, നിങ്ങൾക്ക് വിദേശത്ത് പോയി അവിടെ പഠിച്ച് സെറ്റിൽ ചെയ്യാനാണോ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ആലോചിക്കുന്നത്, നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ നിങ്ങളൊന്ന് കൃത്യമായി ഉണ്ടാക്കി വെക്കുന്നത് നന്നാവും. അതേപോലെ തന്നെ ഡു യു ഹാവ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഓൺ ഡിസൈഡ് ബ്രാഞ്ച്. നിങ്ങളൊരു ബ്രാഞ്ച് ഡിസൈർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ ബ്രാഞ്ച് ഡിസൈർ ചെയ്യുന്നു? ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെയുള്ള ട്രെൻഡ് CSEയിലോട്ട് ആളുകൾ പോകുന്നു. എന്തിനാ ഭൂരിഭാഗം ആളുകളും CSEയിലോട്ട് പോകുന്നത്? നല്ല ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട്. അതിനപ്പുറം CSEയിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടോ, ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടോ, എന്തെങ്കിലും ഹാൻഡ്സ് ഓൺ ആയിട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹാൻഡ്സ് ഓൺ ആയി ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊന്ന് പോകുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വായിക്കാനോ അറിയാനോ ഇന്നത്തെ കാലത്ത് ChatGPT, ജെമിനി പോലത്തെ ടൂൾസ് ഉപയോഗിക്കാം എന്നുള്ളത് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ബേസിക് തിങ്സ് എന്നുള്ളത്. നൗ എ ലോട്ട് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്. ഇതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങളൊന്ന് ടാഗ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. നമ്പർ 1, 2, 3, 4, 5 ആസ് ഓഫ് നോ അതിൽ തന്നെ പോയിക്കൊള്ളാൻ നിർബന്ധമില്ല. എൻ്റെ പല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കോർ ജോബിൽ പോകണം എന്ന് വിചാരിച്ച് എന്നാൽ നോൺ കോർ ജോബിൽ പോയവർ, ഒരിക്കലും കോർ ജോബിൽ പോയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ, എന്നാൽ ആ വിഷയത്തിൽ PhD എടുത്ത പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ നമ്മുടെ പ്ലാൻസിൽ ചേഞ്ച് വരാം. എന്നാലും ആസ് ഓഫ് നോ നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചോയ്സ് എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോർ ടെക് ജോബാണോ, സോഫ്റ്റ്വെയർ IT ജോബാണോ, ഹയർ സ്റ്റഡീസ് ഒരു സ്പെസിഫിക് ബ്രാഞ്ചിൽ ചെയ്യാനാണോ, ഏത് വിഷയത്തിലായാലും ഞാൻ ഹയർ സ്റ്റഡീസിന് പുറത്തൊക്കെ പോയി സെറ്റിൽ ആവാം എന്നുള്ളൊരു മെന്റാലിറ്റി ആണോ, MBA, കൺസൾട്ടിങ്, ഫൈനാൻസ് ആണോ, ഓണ്ടർപ്രണർഷിപ്പ് ആണോ, സിവിൽ സർവീസ് ആണോ, ഇതിലേതാണ് നിങ്ങളുടെ പ്ലാൻ? ഈ പ്ലാനിനനുസരിച്ച് നിങ്ങൾ പോകേണ്ട വഴികളും മാറും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സോഫ്റ്റ്വെയർ IT ജോബാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ യുവർ ബ്രാഞ്ച് ഡസന്റ് മാറ്റർ. നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ പോകുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടാവുന്ന ഒരു കോളേജാണ് പ്രധാനം, റൈറ്റ്? ഒരു IIT ആണ് പ്രധാനം, അല്ലെങ്കിൽ NIT ആണ് പ്രധാനം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന കൂടുതൽ പ്ലേസ്മെന്റ് ഉള്ള ടോപ്പ് കോളേജസ് നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അപ്സ്കിൽ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് മിസ്സായി പോയി കോർ ടെക് ജോബ് ആണോ, കോർ ടെക് ജോബ് ആണെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങൾ പ്രിഫർ ചെയ്യണം, റൈറ്റ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെക്കാനിക്കലാണോ സിവിലാണോ ആ ബ്രാഞ്ച് നിങ്ങൾ പ്രിഫർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് മെക്കാനിക്കലായാലും സിവിലായാലും അല്ലെങ്കിൽ ഇലക്ട്രിക്കലായാലും കുഴപ്പമില്ല എന്നുള്ളതാണെങ്കിൽ ഇൻഡസ്ട്രി കണക്ട്സ് ഉള്ള നല്ല ലാബുകളുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് നോക്കുക. ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. ഈ ഇൻഫർമേഷൻ
ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വെബ്സൈറ്റുകളിൽ, അതിന്റെ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അവിടുത്തെ പ്രൊഫസേഴ്സ് എവിടെ പഠിച്ച ആളുകളാണ്, അവർ വർക്ക് ചെയ്യുന്ന ഏരിയാസ് എന്തെല്ലാമാണ്, ഇതെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ഹയർ സ്റ്റഡീസ്, ഒരു സ്പെസിഫിക് ബ്രാഞ്ചിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഹയർ സ്റ്റഡീസിൽ പോകണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് പോകണം. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബ്രാഞ്ച് നിങ്ങൾ ചൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹയർ സ്റ്റഡീസിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഒരു പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ UGയിൽ പഠിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾ, അല്ലെങ്കിൽ അതേ ബ്രാഞ്ച് തന്നെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോയിക്കോണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളായിരിക്കും പ്രോബ്ലി ന്യൂറോ സയൻസിൽ PhD ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളായിരിക്കും പിന്നീട് കമ്പ്യൂട്ടർ സയൻസിലോട്ട് പോകുന്നത്. ഇതെല്ലാം എസ്പെഷ്യലി നമ്മൾ പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ വളരെ കോമൺ ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ പ്രിഫറൻസ് എടുക്കുക. അതല്ല, നിങ്ങൾക്ക് ഏത് വിഷയമായാലും കുഴപ്പമില്ല, എനിക്ക് തോന്നുകയാണ്, പക്ഷെ എൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് എനിക്ക് കുറച്ചും കൂടി ഡീപ്പായി പഠിക്കണം, പക്ഷെ എല്ലാ ബ്രാഞ്ചും എനിക്ക് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് എടുത്താലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫറൻസ് ആണ് നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ മാത്രമാണ് നമ്മളൊരു സർവീസ് റിലേറ്റഡ് ജോബ് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഒരു സർക്യൂട്ട് ബ്രാഞ്ചസിന്, അതായത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. മെക്കാനിക്കലിനും സിവിലിനൊക്കെ ജനറലി ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കുറവാണ് കമ്പയർഡ് ടു സർക്യൂട്ട് ബ്രാഞ്ചസ് ആസ് ഓഫ് നൗ. എന്നാൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ, ഇതേ മെക്കാനിക്കലിനോ സിവിലിനോ കെമിക്കൽ എഞ്ചിനീയറിംഗിനൊക്കെ നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ, ഇറ്റ് ഡസൻ മാറ്റർ നിങ്ങൾ ഇലക്ട്രിക്കലാണോ അതല്ല കെമിക്കലാണോ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് പോകാം. അവിടെ ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് വേൾഡ് വൈഡ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു മൈൻഡ് സെറ്റ്, ഒരു ഗ്ലോബൽ മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്രിഫർ ചെയ്യേണ്ടത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റെപ്യൂട്ടേഷൻ, നിങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പ്രൊഫസേഴ്സ്, അവർ പഠിച്ച യൂണിവേഴ്സിറ്റികളിലോട്ടൊക്കെ പോകാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ സ്പെസിഫിക് ബ്രാഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫറൻസ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ നിങ്ങൾ കൊടുക്കുക. ഇനി പല ആളുകളും പോകുന്നത്, എനിക്ക് IIT പോയി എഞ്ചിനീയർ ആവണമെന്നൊന്നുമില്ല. IIT പോകുന്ന ഭൂരിഭാഗം ആൾക്കാർ എഞ്ചിനീയർ ആയിക്കോണമെന്ന് യാതൊരു നിർബന്ധമില്ല. MBA, കൺസൾട്ടിങ്, ഫിനാൻസ്, ഈ കാര്യങ്ങളിലോട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് മാറ്റർ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യുക. അത് MBAക്ക് നിങ്ങൾക്ക് CAT എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്പെഷ്യൽ പരിഗണന ഉണ്ടായതുകൊണ്ടല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ പിയർ ഗ്രൂപ്പ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. ആ പിയർ ഗ്രൂപ്പ് നിങ്ങളിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ എഫക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫർ ചെയ്യാം. ഇനി അതല്ല, നിങ്ങളൊരു ഓൺട്രപ്രണർ ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഓക്കെ, ഇപ്പോൾ IITസിൽ ഏറ്റവും ബെസ്റ്റ് IIT ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പറയാറുള്ളത് IIT ഡൽഹിയാണ്. കാരണം ഏറ്റവും കൂടുതൽ യൂണിക്കോൺസിനെ ക്രിയേറ്റ് ചെയ്ത IIT ഡൽഹിയാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇൻ ജനറൽ ഒരുവിധം നല്ല IITകളിലെല്ലാം തന്നെ നല്ല ഓൺട്രപ്രണർഷിപ്പ് സെൽസ് ഉണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫറൻസ് പ്ലസ് ഒരു സിറ്റി എക്സ്പോഷർ നിങ്ങൾ നോക്കുക. എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ ഡൽഹി അല്ലെങ്കിൽ ചെന്നൈ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബോംബെ പോലുള്ള സിറ്റീസിലുള്ള ഒരു എക്സ്പോഷർ, ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റവുമായിട്ടുള്ള ഒരു കണക്ട് നിങ്ങൾ ഒരു പക്ഷേ IIT മാണ്ടിയിലോ അല്ലെങ്കിൽ IIT പാട്നയിലോ പോയാൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റി എക്സ്പോഷർ എന്നുള്ളത് കൂടി ഒരു പക്ഷേ ഓൺട്രപ്രണർഷിപ്പിനെ നിങ്ങളെ എയ്ഡ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവും എന്നുള്ളതല്ല, ചില ഫാക്ടേഴ്സ് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ ആവും, അങ്ങനെയുള്ള ഒരു കോസ് എഫക്ട് റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറയുന്നത്. ഇനി സിവിൽ സർവീസ് എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഒരു പിയർ ഗ്രൂപ്പ് എന്നുള്ളതാണ് വളരെ പ്രധാനം. ജനറലി സിവിൽ സർവീസിലെ ടോപ്പേഴ്സ് വരുന്ന IITs എന്നുള്ളത് ഡൽഹി, കാൺപൂർ, മദ്രാസ് എന്നുള്ളതാണ് ജനറലി ഒബ്സർവ് ചെയ്യപ്പെടാറുണ്ട്. എസ്പെഷ്യലി ഡൽഹി എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സിവിൽ സർവീസ് എക്കോ സിസ്റ്റവുമായി കുറച്ചുകൂടി കണക്റ്റഡ് ആണ്, റൈറ്റ്? അപ്പോൾ ഇതൊരു നല്ല പ്രിഫറൻസ് ആകും എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഫ്യൂച്ചർ പ്ലാനിനെ ഡിപ്പെൻഡന്റ് ആയിട്ടായിരിക്കണം നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്യൂച്ചർ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിലോ, അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടുള്ള, റൈറ്റ്, ഞാൻ നിങ്ങളോട് പറയണ ഒരു 17ാമത്തെ വയസ്സിൽ how can I zero in on a career or a branch, right? അപ്പോൾ choose branches that you can explore more. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ചില ബ്രാഞ്ചസ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന ബ്രാഞ്ചസ് നിങ്ങൾ ചൂസ് ചെയ്യുക, റൈറ്റ്? അത് കാരണം ഫോർ എക്സാമ്പിൾ ഒരു കോർ, ഞാൻ ബ്രാഞ്ചസിനെ ഒരു 3 ആക്കി ഞാൻ എൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ തിരിച്ചിട്ടുണ്ട്. ഒരു കോർ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ, റൈറ്റ്? ഇതാണ് ഒരു കോർ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ഒക്കെ പെടും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു കോർ ബ്രാഞ്ചസ് എന്നുള്ളത്. ഈ കോർ ബ്രാഞ്ചസ് പഠിച്ചാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല ഫീൽഡിലോട്ട് പോകാൻ പറ്റും. ഉദാഹരണത്തിന് CSE പഠിച്ചാൽ നിങ്ങൾക്ക് ഡാറ്റാ സയൻസിലോട്ട് പോകാം, എയിലോട്ട് പോകാം. ഇലക്ട്രിക്കൽ പഠിച്ചാൽ നിങ്ങൾക്ക് VLSലോട്ട് പോകാം, കമ്മ്യൂണിക്കേഷനിലോട്ട് പോകാം, പവർ ഇലക്ട്രോണിക്സിലോട്ട് പോകാം, എംബഡഡ് സിസ്റ്റംസിലോട്ട് പോകാം, മെക്കാനിക്കൽ, ഇൻഡസ്ട്രിയൽ, പ്രൊഡക്ഷൻ, അങ്ങനെ ഒരുപാട് ഫീൽഡുകളുണ്ട്, റൈറ്റ്? സിവിലിൽ പഠിച്ചാൽ ജിയോ എഞ്ചിനീയറിംഗിലോട്ട് പോകാം, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലോട്ട് പോകാം, ഹൈഡ്രോ എഞ്ചിനീയറിംഗിലോട്ട് പോകാം. കെമിക്കൽ ഇന്ന് ഒരുപാട് സാധ്യതകളുള്ള മറ്റൊരു ഫീൽഡാണ്. അപ്പോൾ നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വി ആർ നോട്ട് ഷുവർ. 17ാമത്തെ വയസ്സിൽ നിങ്ങൾ ഷുവർ ആയിക്കോളെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ ഷുവർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോർ ബ്രാഞ്ച് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇനി ചില ബ്രാഞ്ചസ് ഉണ്ട് ഈ കോറുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ബ്രാഞ്ചസ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ എല്ലാം എഴുതിയിട്ടില്ല, ഞാൻ ഒരു ഏകദേശം ലിസ്റ്റ് ഉണ്ടാക്കിയതാണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്നുള്ളത് ഇറ്റ്സ് എ
ബ്ലെൻഡ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫിസിക്സ്. ഓക്കെ, അപ്പോൾ അഗൈൻ ഇത് ഒരു കോറുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈവൺ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ റിസർച്ച് പോകണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. റൈറ്റ്, മാത്ത് ആൻഡ് കമ്പ്യൂട്ടിംഗ് അഗൈൻ വളരെ സ്പെസിഫിക് ആയിട്ട് ചില IITസിലുള്ള ഒരു ബ്രാഞ്ചാണ് മാത്ത് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത്. അഗൈൻ ഒരു കോർ സബ്ജക്ട്സുമായി ചേർന്ന ബ്രാഞ്ചാണ് മാത്ത് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത്. കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സ് ഇപ്പോൾ പല IITകളിലും വന്നുകൊണ്ടിരിക്കുന്നു. ഇതും വളരെ ഫണ്ടമെന്റലി ആളുകൾക്ക് പഠിക്കാവുന്ന ഒരു സംഭവമാണ് കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സ് എന്നുള്ളത്. കമ്പ്യൂട്ടർ സയൻസിന്റെയും അതേപോലെ തന്നെ ഒരു സിസ്റ്റംസ് എഞ്ചിനീയറിംഗിന്റെയും പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെയും ഒരു ബ്ലെൻഡ് ആയിട്ടാണ് ഇത് വരുന്നത്. AI ആൻഡ് ഡാറ്റാ സയൻസ് ഇപ്പോൾ വളരെ എമേർജിംഗ് ആയിട്ടുള്ള ഫീൽഡാണ് AI ആൻഡ് ഡാറ്റാ സയൻസ് എന്നത്. കമ്പ്യൂട്ടർ സയൻസുമായി വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. എഞ്ചിനീയറിംഗ് ഡിസൈൻ IIT മദ്രാസിലെ ഒരു സ്പെസിഫിക് ബ്രാഞ്ചാണ് എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്നുള്ളത്. അവിടെ ഓട്ടോമൊബൈൽ ഡിസൈൻ അങ്ങനെ പറയുമ്പോൾ അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി കണക്റ്റഡ് ആവും. അതേപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായി കണക്റ്റഡ് ആവും. ബയോമെഡിക്കൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ടും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗുമായിട്ടും കണക്റ്റഡ് ആവും. മെറ്റീരിയൽ സയൻസസ്, മെറ്റീരിയൽസ് എന്നുള്ളത് പുതിയൊരു ലോകമാണ്. എസ്പെഷ്യലി നിങ്ങൾ പുറത്ത് റിസർച്ചിന് പോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഏരിയ ആണ് എന്നുള്ളത് നിങ്ങൾ മറക്കേണ്ടതില്ല. ഇതൊക്കെ ക്ലോസ് ടു കോർ ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ്. റൈറ്റ്, നെക്സ്റ്റ് ലെവൽ. അടുത്തത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ട്. എയറോസ്പേസ്, നേവൽ ആർക്കിടെക്ചർ, മെറ്റലർജി, ഓഷ്യൻ എഞ്ചിനീയറിംഗ്, പെട്രോളിയം എന്നൊക്കെ തുടങ്ങി ഒരുപാട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഇനിയുണ്ട്. ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്തു എന്നുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിനോടുമായിട്ട് നിങ്ങളൊന്ന് കൂട്ടി വായിച്ചു നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു നോൺ കോർ ജോബിനാണ് പോകുന്നത്. നിങ്ങൾ ഇതിൽ ഏതെടുത്താലും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ല, നിങ്ങൾ ഇതിൽ ഏതെടുത്താലും കുഴപ്പമില്ല. നിങ്ങളൊരു കൺസൾട്ടിങ് ജോബിനാണ് പോകുന്നത്, നിങ്ങൾ ഇതിൽ ഏതെടുത്താലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല. നിങ്ങളൊരു കാറ്റിനാണ് പോകുന്നത്, നിങ്ങൾ ഇതിൽ ഏതെടുത്താലും പ്രത്യേകിച്ച് കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ അവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പ്രിഫർ ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങളൊരു കോർ ടെക്നിക്കൽ ഡൊമൈനിലോട്ട് പോകാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കള്ളിയിലുള്ള സംഭവങ്ങൾ എടുക്കുന്നത് നിങ്ങൾ പ്രിഫർ ചെയ്യുക. അൺലെസ് യു ഹാവ് വെരി എന്താ പറയുക, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഷുവർ ആണ്. ഫോർ എക്സാമ്പിൾ, എയറോസ്പേസ്, മെക്കാനിക്കൽ പഠിച്ചാലും നിങ്ങൾക്ക് എയറോസ്പേസിലോട്ട് പോകാം. ഈവൻ ഇലക്ട്രിക്കൽ പഠിച്ചാലും ഒരുപക്ഷെ നിങ്ങൾക്ക് എയറോസ്പേസിന്റെ പല ഭാഗങ്ങളിലോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എയറോസ്പേസ് എടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ എയറോസ്പേസ് അതിൽ വളരെ പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എടുത്തിട്ട് പിന്നീട് അതിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് നേവൽ ആർക്കിടെക്ചർ, മെറ്റലർജി, മെറ്റീരിയൽ സയൻസിന്റെ ഒരു നെക്സ്റ്റ് സബോർഡിനേറ്റ് ആയിട്ടാണ് മെറ്റലർജി വരുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വരുന്നത്. റൈറ്റ്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ബ്രാഞ്ചസിനെ നമ്മൾ നോക്കി കാണേണ്ട ഒരു ഓവറോൾ വ്യൂ ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ചോദ്യം എന്നുള്ളത് ബിടെക് ഡുവൽ ഡിഗ്രി എന്നുള്ളതാണ്. എഗെയിൻ നിങ്ങളുടെ ഒരു എൻ പോയിന്റിന്, ഒരു ഗോളിന് ലക്ഷ്യം സാധാരണ പറയാറുണ്ട് ബിടെക് ആണ് ആദ്യം ചൂസ് ചെയ്യുന്നത്. ജനറലി ലാസ്റ്റ് റാങ്ക് ഒരു ലോവർ ആയി വരിക എപ്പോഴും ബിടെക്കിനായിരിക്കും, കാരണം 4 വർഷം പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒരു ഹയർ സ്റ്റഡീസിന് ഇന്ത്യ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡുവൽ ഡിഗ്രി ചൂസ് ചെയ്യുക. കാരണം 5 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിഗ്രി കൂടി കിട്ടും. നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് പോകാൻ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡിഗ്രി കിട്ടും. റൈറ്റ്, എന്നാൽ ഹയർ സ്റ്റഡീസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബിടെക് പ്രിഫർ ചെയ്യുക. കാരണം നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒരു PG എടുക്കുന്നത്, ആ PG നിങ്ങൾ പുറത്ത് പോയി എടുക്കാൻ നിൽക്കല്ലേ. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ MBA സിവിൽ സർവീസിന് പോകുകയാണെന്നുണ്ടെങ്കിലും ബിടെക് മതി, 1 വർഷം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. റൈറ്റ്, ഒരു നോൺ കോർ ജോബിന് പോകുകയാണെങ്കിലും ബിടെക് മതി. നിങ്ങൾ എന്തിനാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് MTech ആയിട്ട് ഒരു ഫീൽഡ് നിങ്ങൾ പഠിക്കുന്നത്. റൈറ്റ്, എന്നാൽ ഒരു കോർ ടെക് ജോബിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡുവൽ ഡിഗ്രി മൈറ്റ് ബി ബെറ്റർ. ഫോർ എക്സാമ്പിൾ, എൻ്റെ കേസ് എടുക്കാം. ഞാൻ IIT മദ്രാസിൽ did BTech in Electrical Engineering and MTech in Micro Electronics and VLSI Design. ഈ മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI ഡിസൈൻ ആണ് ഇന്ത്യയിൽ പോലത്തെ ഒരു കമ്പനിയിലോട്ട് പോകാൻ എന്നെ ഇനേബിൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പോലത്തെ കമ്പനി നമ്മൾ നോക്കുമ്പോൾ അവരെടുത്തത് കൂടുതലും ഈ മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI ഡിസൈൻ പഠിച്ച ആളുകളെയാണ്. കാരണം എന്താ, ഒരു NVIDIAക്കോ ഇന്റലിനൊക്കെ കുറച്ചും കൂടി കോർ ടെക്നിക്കൽ നോളജ് ഡെപ്ത് ഉള്ള ആളുകളെ ആവശ്യം. അപ്പോൾ കോർ ടെക്കിലോട്ട് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ ഡിഗ്രി ഇസ് എ ഗുഡ് ടു ഹാവ്. എന്നാൽ ഡുവൽ ഡിഗ്രി തന്നെ വേണമെന്നില്ല, ബിടെക്കാരെ അവരെടുക്കും, പക്ഷേ ഡുവൽ ഡിഗ്രി ഇസ് എ ഗുഡ് ടു ഹാവ് എന്ന് ഞാൻ പറയും. സോ മൈസെൽഫ് ഡിഡ് ഡുവൽ ഡിഗ്രി, നോട്ട് എ ബാഡ് ചോയ്സ്. ചില ആൾക്കാർക്ക് അയ്യോ എനിക്ക് പുറത്ത് പോകണം, ഡുവൽ ഡിഗ്രി എടുത്താൽ വെറുതെ ഒരു ഇയർ വേസ്റ്റ് ആയി, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വർഷമൊക്കെ നമ്മുടെ ക്യാമ്പസ് ലൈഫിൽ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ അതിൽ യാതൊരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ആ 1 ഇയർ ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ്, ഒരു ലാഭമായിട്ടാണ് തോന്നുക. അവൻ ഒരു കൊല്ലം കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു കാര്യം ഉണ്ടാവുക. അപ്പോൾ അതിലൊരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇനി കോളേജസ് പ്രിഫർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഓൾഡ് NIT അല്ലെങ്കിൽ IIT അല്ലെങ്കിൽ ഓൾഡ് NIT വേഴ്സസ് ന്യൂ IIT ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? അപ്പോൾ എങ്ങനെ നിങ്ങൾ കോളേജ്, എവിടെയൊക്കെ നിങ്ങൾ കോളേജ് പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ലിസ്റ്റാണ്. സാധാരണ ടയർ 1 നമ്മൾ ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി, റൂർക്കി, ഗോഹട്ടി 7 IITകളാണ് പറയാറുള്ളത്. ഞാൻ ഇവിടെ 2 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം കുറച്ച് കാലം കൂടുതൽ വരുമ്പോൾ അപ്ഡേറ്റഡ് ആവുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ IIT ഹൈദരാബാദും അതേപോലെ തന്നെ IIT BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, വളരെ എന്താ പറയുക പ്രായമുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇത് 2 ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം എന്താ ഈ IITകളുടെ ലെവലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എത്തുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഇതൊരു ഒഫീഷ്യൽ ലിസ്റ്റ് ഒന്നല്ല, ഞാൻ എൻ്റെ ഒബ്സർവേഷൻ പറയാണ്. ഒരു ടയർ 2 IITയിൽ വരുമ്പോൾ അതിന് ശേഷം വന്ന നെക്സ്റ്റ് ജനറേഷൻ IITs ഗാന്ധിനഗർ, റോപ്പർ, പട്ന, ഭുവനേശ്വർ, ജോധ്പൂർ, ഇൻഡോർ, മാണ്ഡി, ISM ധൻബാദ്, ഇത്
ആണ് ഞാൻ ടയർ 2 എന്നത്. ഈ ടയർ 2ന്റെ കൂടെ തന്നെയാണ് ഞാനൊരു ടോപ്പ് 5 NITs എണ്ണുന്നത്. അതായത് NIT ട്രിച്ചി, വാറങ്കൽ, കാലിക്കറ്റ്, സൂറത്കൽ, റോർക്കല പോലുള്ള NITs ഇതിന്റെ കൂടെ തന്നെയാണ് എണ്ണുന്നത്. ഓക്കെ, ഒരു ടയർ 3 വരുന്ന IITs പാലക്കാട്, തിരുപ്പതി, ബിലായ്, ഗോവ, ജമ്മു, ധാർവാഡ് ഇതിനെയാണ് ഞാൻ ടയർ 3 എണ്ണുന്നത്. അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു പാത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ IITs മേലെ പ്രോബ്ലി നിങ്ങൾക്ക് ഈ NITs പ്രിഫർ ചെയ്യാം. ഈ കൊടുത്തിരിക്കുന്ന ഒരു ഓർഡർ ഒന്നുമല്ല കേട്ടോ, ഗാന്ധിനഗർ ഇസ് ബെറ്റർ ദാൻ റോപ്പർ ഇങ്ങനെയൊന്നുമില്ല. ഞാനൊരു ലിസ്റ്റ് കൊടുത്തു എന്നുള്ളത്, ഞാൻ അത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു IITs പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ NITs നിങ്ങൾ പോകുന്നതാണ്. കാരണം ഇതിന് കുറച്ചുകൂടി ഏജ് ഓൾഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. ഞാൻ അതെല്ലാം നിങ്ങൾക്ക് ഒരു IIT ടാഗ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാം. അതോടൊപ്പം നിങ്ങൾ പോകുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ നോക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു പക്ഷേ ജമ്മു പോവുക അല്ലെങ്കിൽ മാണ്ഡി പോവുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ യാത്രാ പ്രിഫറൻസ്, അതിന്റെ ചെലവ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും. സോ ദിസ് ഈസ് മൈ കോളേജ് പ്രിഫറൻസ്. അപ്പോൾ നിങ്ങൾ കോളേജ് നോക്കിയിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ പാത്തിലോട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. ഇതിന്റെ റഫ് ലിസ്റ്റ് ആണ്. ഇതിൽ ഒന്നിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കൊണ്ടുവരാം. ഇതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. റൈറ്റ്. സോ അവസാനമായി പറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നോ നീഡ് ടു റിഗ്രറ്റ് ഓൺ എനി ഡിസിഷൻസ് യു മേക്ക്. ഓൾ പാത്സ് ലീഡ് ടു ഗുഡ് ഓപ്ഷൻസ്. റെസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഹാർഡ് വർക്ക്. ഇതിൽ ഏതെങ്കിലും എനിക്കത് കിട്ടുമായിരുന്നല്ലോ, ഇത് കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്തകളൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന് പിന്നീട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുകയില്ല. നിങ്ങളൊരു IITയിലോ NITയിലോ എവിടെ പോയി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നീട് ഒരിക്കലും നിങ്ങൾക്കൊരു റിഗ്രറ്റ് അതിൽ വരില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ റെസ്റ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ യുവർ ഹാർഡ് വർക്ക്. നിങ്ങളുടെ ഹാർഡ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വർക്ക് അവിടെ പുട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി മാറ്റർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ സ്ഥാപനമായിട്ടുള്ള X&Y ലേണിംഗിൽ നമ്മൾ ക്ലാസ് 6 to 10 ഫൗണ്ടേഷൻ പ്രോഗ്രാം നൽകുന്നുണ്ട്. അപ്പോൾ IITയിലോട്ടൊക്കെ പോകാൻ നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. വി ഹാവ് അറൌണ്ട് 6,000+ സ്റ്റുഡൻസ് നൗ. സോ താഴെ ഞാൻ ലിങ്ക് നൽകുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ അഗെയിൻ JEE അഡ്വാൻസിലും JEE മെയിൻസിലും നല്ല റാങ്ക് വാങ്ങിയ എല്ലാ കുട്ടികൾക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വഴികൾ ഇനി അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ നല്ല റാങ്ക് നേടി എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ലൊരു പ്ലേസ്മെന്റോ നല്ലൊരു ജോബൊന്നും ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾ അടുത്തൊരു 4-5 വർഷം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്, എങ്ങനെ അപ്സ്കിൽ ചെയ്യുന്നു എന്നുള്ളത് ആണ് മാറ്റർ ചെയ്യുന്നത്. ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ, കാരണം ഈ വീഡിയോ കൂടുതൽ ആളുകളിലോട്ട് എത്തേണ്ടതുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളൊരു കമൻറ്റ് ലീവ് ചെയ്യുക. ആൻഡ് ദാറ്റ് കമൻറ്റ് വിൽ മേക്ക് മീ ഹാപ്പി. ഈ വീഡിയോക്ക് എനിക്ക് കിട്ടാനുള്ള ഏക കാര്യം എന്നുള്ളത് ആ ഒരു ഹാപ്പിനെസ് ആണ്. സോ പ്ലീസ് ലീവ് എ കമൻറ്റ്. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.